ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ IPL ഫസ്റ്റ് എലിമിനേറ്റർ ആയിരുന്നു ഇന്നലെ കഴിഞ്ഞത്, രാജസ്ഥാൻ vs SRH. ആദ്യത്തെ വർഷത്തെ IPL തന്നെ കിരീടം നേടിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ്, എല്ലാവർക്കും അറിയാം. അങ്ങനെ പേപ്പറിൽ വൻ ടീമൊന്നുമായിട്ട് വന്നതല്ല, പക്ഷേ ഷെയ്ൻ വാണിൻ്റെ ക്യാപ്റ്റൻസിയിൽ വന്ന ആ ടീം വളരെ സിമ്പിളായിട്ട് തന്നെ ആ വർഷത്തെ ചാമ്പ്യന്മാരായിട്ട് മാറി. പക്ഷേ ആദ്യത്തെ സീസണിൽ ചാമ്പ്യന്മാരായതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും IPL ചാമ്പ്യന്മാരാവാനായിട്ട് രാജസ്ഥാൻ റോയൽസിന് പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാ വർഷവും അവർ നല്ല സ്ക്വാഡായിട്ട് വരും. അങ്ങനെ സഞ്ജു സാംസന്റെ നേതൃത്വത്തിലൊക്കെ മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെച്ചെങ്കിലും ഒരു ചാമ്പ്യൻ പട്ടത്തിലേക്ക് എത്തിയില്ല. 2025 ഓപ്ഷൻ്റെ സമയമാണ്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് രാഹുൽ ദ്രാവിഡ് ഓപ്ഷൻ ഡേ ഉള്ളൊക്കെ ഇരിക്കുന്നു. ഇന്ത്യൻ ജൂനിയർ ടീം അംഗങ്ങളെ നല്ല രീതിക്ക് അവരെ കളിയും കാര്യങ്ങളും നല്ല രീതിക്ക് അറിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് രാഹുൽ ദ്രാവിഡ്. അതുകൊണ്ട് തന്നെ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന അന്ന് 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ പ്ലെയർ ഓപ്ഷനിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഡൽഹി ക്യാപിറ്റൽസും കൂടി ആ ബിഡിന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വൈഭവ് സൂര്യവംശി 13 വയസ്സിൽ തന്നെ ഒരു സെൻസേഷൻ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വൈഭവ് സൂര്യവംശിനെ 1,10,00,000 അന്ന് രാജസ്ഥാൻ റോയൽസ് അവരുടെ ടീമിൽ എത്തിക്കുകയാണ്. ഞാൻ സീരിയസ്ലി പറയുകയാണെങ്കിൽ അന്ന് വൈഭവ് സൂര്യവംശിയുടെ പൊട്ടൻഷ്യലൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു 13 വയസ്സുള്ള പ്ലെയറെ എനിക്ക് തോന്നുന്നു അടുത്തൊരു 4-5 വർഷത്തേക്ക് ടീമിൽ ഇരുത്തി സെറ്റ് ചെയ്ത് അങ്ങനെ പ്ലേയിങ് ലെവലിൽ ഇറക്കാനായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി സഞ്ജു സാംസൺ പരിക്ക് വരികയും ഓപ്പണിംഗ് സ്ലോട്ട് ഫ്രീ ആവുകയും വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പ്ലെയർ 13 വയസ്സുള്ള പ്ലെയർ അന്ന് കളിക്കാൻ അറിയുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ടീം എടുക്കുന്ന ഏറ്റവും മികച്ച ഒരു തീരുമാനമായിട്ട് അത് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ സീസണൊക്കെ പുള്ളി നടത്തിയുള്ള ഒരു പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുത ബാലൻ എന്നുള്ള ഒരു വിളിപ്പേരുമായിട്ടാണ് പുള്ളി കഴിഞ്ഞ സീസൺ നിർത്തിയത്, വൈഭവ് സൂര്യവംശി നിർത്തിയത്. ഈ സീസണിൽ വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം കാണുമ്പോൾ വേൾഡ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഒരു യങ് പ്ലെയറും കാണിക്കാത്ത തരത്തിലുള്ള അത്ഭുത പ്രതിഭാസങ്ങളാണ് ഓരോ കളിയിലും വൈഭവ് സൂര്യവംശി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി IPL ഒട്ടുമിക്ക റെക്കോർഡുകളും ഇതിനകം വൈഭവ് സൂര്യവംശി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു, അതും ഇത്രയും മത്സരങ്ങളിൽ നിന്ന് തന്നെ. വൈഭവ് സൂര്യവംശി ഇതുവരെ കളിച്ചിരിക്കുന്നത് 22 മത്സരങ്ങളാണ്. ഈ 22 മത്സരങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച IPL ബാറ്റ്സ്മാനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അതും രണ്ടാം സ്ഥാനത്തുള്ള സായി സുദർശനേക്കാളൊക്കെ ബഹുദൂരം മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. വൈഭവ് സൂര്യവംശിയുടെ സിക്സ് ഹീറ്റിംഗ് എബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നലത്തെ കളിയിലൂടെ അദ്ദേഹം ഒരു സീസണിലെ സിക്സറുകളുടെ എണ്ണത്തിൽ മറികടന്നത് സാക്ഷാൽ ക്രിസ് ഗെയിലിനെയാണ്. ഇതിനോടകം തന്നെ 100 സിക്സറുകൾക്ക് അടുത്ത് അദ്ദേഹം അടിച്ചു കഴിഞ്ഞു IPL. അതായത് വിരാട് കോഹ്ലി, സുരേഷ് റെയ്ന, രോഹിത് ശർമ്മ, MS ധോണി പോലെയുള്ള IPL ലെജൻഡറി പ്ലെയേഴ്സ് 10-15 സീസണൊക്കെ എടുത്ത് അടിച്ച അത്രയും സിക്സറുകളാണ് വൈഭവ് സൂര്യവംശി 2-3 സീസണുകൾ കൊണ്ടൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സിക്സ് ഹീറ്റിംഗ് മെഷീനായിട്ട് അദ്ദേഹത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതും വെറും 15 വയസ്സുള്ള ഒരു പ്ലെയറാണ് ഈ വക കാര്യങ്ങൾ കാണിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ടോസ് നേടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ടോസിനൊക്കെ മുമ്പ് മത്സരത്തിന് മുൻപ് പാറ്റ് കമിൻസ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, വൈഭവ് സൂര്യവംശിനെ പൂട്ടാനായിട്ട് ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നുള്ളത്. പറയുന്നത് പാറ്റ് കമിൻസ് ആണ്. വേൾഡ് കപ്പിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും KL രാഹുലും ശ്രേയസ് അയ്യരും അടങ്ങുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ സ്ക്വാഡിനെ വേൾഡ് കപ്പ് ഫൈനലിൽ പൂട്ടിയിട്ടുള്ള പാറ്റ് കമിൻസിന് വൈഭവ് സൂര്യവംശിയെ പൂട്ടാനായിട്ട് നിഷ്പ്രയാസം സാധിക്കും. ഓൾറെഡി SRHനെതിരെയുള്ള ഒരു കളി അദ്ദേഹം സെഞ്ചുറി അടിച്ചിട്ടുണ്ടെന്നാൽ പോലും വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇന്നലെ പാറ്റ് കമിൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ടോസ് കിട്ടുന്ന അവർ ബോളിംഗ് ചൂസ് ചെയ്യുന്നു, രാജസ്ഥാനെ ബാറ്റിങ്ങിന് വിടുന്നു. രാജസ്ഥാനെ വിടുമ്പോൾ വൈഭവ് സൂര്യവംശി തന്നെയാണ് അവരുടെ പ്രൈം ടാർഗറ്റ്. അങ്ങനെ പാറ്റ് കമിൻസ് ബോൾ ചെയ്യാനായിട്ട് വരുന്നു. വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ് എടുക്കാനായിട്ട് സാക്ഷാൽ പാറ്റ് കമിൻസ് തന്നെ പന്തായിട്ട് തുടക്കത്തിൽ തന്നെ വരികയാണ്. വൈഭവ് സൂര്യവംശിക്ക് വേണ്ടി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് സെറ്റപ്പാണ് പാറ്റ് കമിൻസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് മിഡ് ഓഫിനെ കുറച്ചുകൂടി സ്ട്രെയിറ്റൻ ആക്കിയിട്ട് നിർത്തി അവിടെ ഒരു എക്സ്ട്രാ കവറും മിഡ് ഓഫും അതുപോലെ തന്നെ ആ ഒരു ഗ്യാപ്പ് വളരെ ചെറുതായിരുന്നു. പൊതുവെ ഓഫ് സൈഡ് കളിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള പ്ലെയറാണ് വൈഭവ് സൂര്യവംശി. അതുകൊണ്ട് തന്നെ ഓഫ് സ്റ്റമ്പിന് പുറത്ത് യോർക്കർ ലെങ്ത്തിൽ പന്തെറിഞ്ഞ് വൈഭവ് സൂര്യവംശിനെ അവിടെ മിഡ് ഓഫിലോ അല്ലെങ്കിൽ കവറിലോ ക്യാച്ചിൽ പെടുത്തുക എന്നുള്ള തന്നെയായിരിക്കണം പാട്രിക് കമിൻസിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. അതിനനുസരിച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് തന്നെ ബോൾ ചെയ്തു. പക്ഷേ വൈഭവ് സൂര്യവംശിയുടെ പവർ ഹിറ്റിംഗ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അദ്ദേഹം കൃത്യമായൊരു ഗ്യാപ്പ് കണ്ടെത്തി 4 അടിക്കുന്നു. രണ്ടാമത്തെ ബോളും കൃത്യം പ്ലാനിനനുസരിച്ച് തന്നെ പാട്രിക് കമിൻസ് ബോൾ ചെയ്യുന്നു. പക്ഷേ വൈഭവ് സൂര്യവംശിയുടെ ബോട്ടം ഹാൻഡ് പവർ പാട്രിക് കമിൻസിന് മനസ്സിലായി. ആ ബോൾ നേരെ സ്ട്രെയിറ്റ് 6.
2 ബോളുകളും പ്ലാനിനനുസരിച്ച് വർക്കൗട്ട് ആയില്ല, അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. 3ാമത്തെ ബോൾ ബൗൺസർ. പക്ഷെ പാറ്റ് കമ്മിൻസിന്റെ 140 കിലോമീറ്റർ താഴെ വരുന്ന ബൗൺസ് എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശിക്ക് ഈസിലി പ്ലേയബിൾ ആണ്. ഒരുപക്ഷെ റബാഡയുടെ അല്ലെങ്കിൽ ആർച്ചറിൻ്റെ ബോളൊക്കെ ആണെങ്കിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തേനെ. പക്ഷെ പാറ്റ് കമ്മിൻസിന്റെ പന്തുകൾക്ക് പൊതുവെ പേസ് കുറവായതുകൊണ്ട് അദ്ദേഹം അത് ഈസിലി 6 കണ്ടെത്തുന്നു. 3 ബോളുകളും ബൗണ്ടറി പോയതോടുകൂടി പാറ്റ് കമ്മിൻസിന്റെ പരിപാടി അവിടെ വർക്കാവുന്നില്ല. അദ്ദേഹത്തിന് അടുത്ത ബോൾ അദ്ദേഹം മോശം ലെങ്ത്തിലായിരുന്നു, വീണ്ടും 6 ഇടുന്നു. 20 റൺസിനുമുള്ള ഓവറിൽ വരുന്നു. അവിടെ മുതൽ കളി രാജസ്ഥാൻ്റെ കയ്യിലാണ്. അവരുടെ ഏറ്റവും ബെസ്റ്റ് ബോളർ ഹുസൈനാണ്. ഹുസൈന് 3 6 അടിച്ചിട്ടാണ് വൈഭവ് സൂര്യവംശി വരവേൽക്കുന്നത്. പിന്നീട് ഹുസൈനൊന്നും ഇന്നലെ ആദ്യത്തെ 3 ഓവറിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ലാസ്റ്റ് ഓവറിലാണ് അദ്ദേഹം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇറങ്ങുന്നത്. സ്ലോ ബോൾസ് പോലും പിക്ക് ചെയ്ത് 100-90 മീറ്ററൊക്കെയാണ് വൈഭവ് സൂര്യവംശി അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പവർ പ്ലേ തീരുന്നതിന് മുൻപ് ടീം സ്കോർ ഏകദേശം 80 റൺസിന് മുകളിലെത്തുന്നു. വൈഭവ് സൂര്യവംശി 50 എത്തുന്നു. പിന്നീട് അങ്ങോട്ട് ആക്സലറേഷൻ്റെ ഒരു പീക്ക് മോഡ് തന്നെയായിരുന്നു. 27 ബോളുകളിൽ നിന്ന് അദ്ദേഹം 85 റൺസ് കടക്കുന്നു. സുരേഷ് റെയ്നയുടെ ആ റെക്കോർഡിനോട് അടുത്തെത്തുന്നു. പിന്നീട് കണ്ടിന്യൂസ്ലി 2 6, 28 ബോളിൽ നിന്ന് 97 റൺസായിരുന്നു അദ്ദേഹം. ആ ഒരു മൊമെന്റിൽ വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ് എടുക്കാനായിട്ട് പ്രഫുൽ ഹിഞ്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് ഓഫ് സ്റ്റമ്പിന് പുറത്തൊരു ബൗൺസ് എറിയുന്നു. അദ്ദേഹം റെക്കോർഡിന് വേണ്ടി കളിച്ചില്ലായിരുന്നെങ്കിൽ ആ ഇന്നിങ്സും ടീമിൻ്റെ ടോട്ടൽ സ്കോർ എവിടെ പോയി എത്തുമെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം അത് ബാറ്റ് വയ്ക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ തേർഡ് മാൻ ഫീൽഡർ ഉണ്ടായിരുന്നു, അദ്ദേഹം ക്യാച്ച് ഇറക്കുന്നു. വൈഭവ് സൂര്യവംശി 97 റൺസിൽ ഔട്ടാവുന്നു. അദ്ദേഹം ഔട്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കോർ 29 ബോളിൽ നിന്ന് 97 റൺസാണ്. കഴിഞ്ഞ ദിവസം രജത് പട്ടിദാറിൻ്റെ ഒരു ഇന്നിങ്സ് IPL പ്ലേ ഓഫിൽ തന്നെ ഗ്രേറ്റ് ഇന്നിങ്സ് ആയിട്ട് പറയുമ്പോഴാണ് അതിനേക്കാളും വലിയൊരു ഗ്രേറ്റ് ഇന്നിങ്സ് എലിമിനേറ്ററിൻ്റെ പ്രഷറിൽ വൈഭവ് സൂര്യവംശി കളിക്കുന്നത്. വൈഭവ് സൂര്യവംശി ഔട്ടാവുന്നു. പിന്നീട് ജുറലിൻ്റെ ഒരു മികച്ചൊരു ഇന്നിങ്സ് വരുന്നു. പിന്നീട് ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ടീം സ്കോർ 240+ എത്തുന്നു. 240+ എന്ന് പറഞ്ഞ ടീം സ്കോർ SRH ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ദേ ഹാവ് ക്ലാസൻ, അഭിഷേക് ശർമ്മ ഹെഡ്, നിതീഷ് കുമാർ റെഡ്ഡി, അങ്ങനെ ടാലൻ്റഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരുണ്ട്. പക്ഷെ ആർച്ചറിനെ അതിജീവിക്കാനായിട്ട് അവർക്ക് ആർക്കും പറ്റിയില്ല. ആർച്ചറിൻ്റെ 150 കിലോമീറ്റർ സ്പീഡിലോട്ട് വരുന്ന പന്തുകൾക്ക് മുന്നിൽ ക്ലൂലെസ് ആയിരുന്നു. ഇഷാൻ കിഷനാണ് കുറച്ചെങ്കിലും തുടക്കത്തിൽ കുറച്ച് റണ്ണ് കയറ്റിയത്. എന്നിട്ട് പോലും കാര്യമായിട്ട് ആരും അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ആർച്ചർ, ഇഷാൻ കിഷൻ, അതുപോലെ തന്നെ ഹെഡ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ, അതായത് KKR SRH ഫൈനലിൻ്റെ റിസൾട്ട് മാച്ച് തുടങ്ങി കുറച്ച് നേരം ഒരു 5 മിനിറ്റിനുള്ളിൽ മനസ്സിലായി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് സ്റ്റാർക്കിൻ്റെ ബോൾ അഭിഷേക് ശർമ്മയുടെ ഓഫ് സ്റ്റിക്ക് തെറിക്കുന്ന ആ ഒരു മൊമെൻറ്റ്. അതുപോലെ തന്നെയായിരുന്നു ഇന്നലെ അഭിഷേക് ശർമ്മ ഔട്ടായപ്പോൾ തന്നെ മാച്ച് തീർന്ന ഒരു മൂഡായിരുന്നു. പിന്നീട് ഹെഡ് പെട്ടെന്ന് ഔട്ടാവുന്നു, അല്ലെങ്കിൽ ഇഷാൻ കിഷൻ 2 സിക്സുകളും കാര്യങ്ങളൊക്കെ അടിച്ച് ഒന്ന് സെറ്റായി വന്നായിരുന്നു. പക്ഷേ ആർച്ചറിൻ്റെ 150 കിലോമീറ്റർ ബൗൺസറിൻ്റെ സ്പീഡ് ജഡ്ജ് ചെയ്യാനായിട്ട് ഇഷാൻ കിഷന് പറ്റിയില്ല. ഇഷാൻ കിഷൻ ഒരു സിമ്പിൾ ക്യാച്ച് കൊടുത്തിട്ട്, ഷോട്ടിൽ ഒരു സിമ്പിൾ ക്യാച്ച് കൊടുത്തിട്ട് ഔട്ടാവുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം 8 ഓവറൊക്കെ കഴിയുമ്പോൾ 132 റൺസ് എങ്ങാണ്ടുണ്ട് 9 ഓവറൊക്കെ കഴിയുമ്പോൾ SRHന്. ആ സമയത്ത് തന്നെ നമ്മുടെ രാജസ്ഥാൻ സ്കോർ എന്ന് പറയുന്നത് 136 ആയിരുന്നു. ഒരു 4 റൺസിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിക്കറ്റുകൾ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ. വിക്കറ്റുകൾ ഒരുപാട് പോയി. പിന്നീട് ആർക്കും ലോങ് ഇന്നിങ്സ് ഒന്നും കളിക്കാനായിട്ട് സാധിച്ചില്ല. സലീൽ അറോറ, അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി അല്പം ശ്രമിച്ചെങ്കിൽ പോലും വിക്കറ്റ്സ് പോയതോടുകൂടി അവർക്കും പറ്റാതെയായി. എന്തായാലും ആദ്യത്തെ എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസ് ജയിച്ചു. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം പേഴ്സണലി, കാരണം ചെന്നൈ ഫാൻസിനെ നന്നായി മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷാൻ കിഷൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് SRHൻ്റെ ഈ തോൽവി എന്ന് പറയുന്നത്. കണക്കുകളൊക്കെ നോക്കുമ്പോൾ ആർച്ചർ 4 ഓവർ 58 റൺസ് കൊടുത്തിട്ടുണ്ട്, 3 വിക്കറ്റ് എടുത്തിട്ടുള്ളെങ്കിൽ പോലും ആർച്ചറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് സ്പെല്ലാണ് സത്യം പറഞ്ഞാൽ കളി രാജസ്ഥാൻ അനുകൂലമാക്കിയത്. ഒരു പക്ഷേ ഈ അഭിഷേക് ശർമ്മയും ഹെഡും ക്ലാസ്സിനൊക്കെ ക്രീസിൽ നിന്നിരുന്നെങ്കിൽ ഈ ഒരു ടോട്ടൽ അവർക്കൊന്നുമല്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഏളി ഹെഡിനെയും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മേനെയും പുറത്താക്കുക, അതുപോലെ തന്നെ തൊട്ട് പിന്നാലെ ഇഷാൻ കിഷനെയും പുറത്താക്കി ആർച്ചർ കൊടുത്ത ഒരു ബ്രേക്ക് ത്രൂവിലാണ് ടീം ഇത്രയും വലിയൊരു വിജയം സ്വന്തമാക്കിയത്. എന്തായാലും വൈഭവ് സൂര്യവംശിനെ പറ്റിയിട്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇന്നലെ ഗെയിലിൻ്റെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി റെക്കോർഡ് വെറും 3 റൺസ് അകലെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. എന്തായാലും അത് അദ്ദേഹം തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം തിരിച്ചു പിടിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറാണ്, 600+ റൺസ് അടിച്ചിട്ടുണ്ട്. രോഹിത് ശർമ്മയെ പോലത്തെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ചൊരു ODI ബാറ്റ്സ്മാൻ തൻ്റെ കരിയറിൽ ഒരിക്കൽ പോലും IPL 600+ റൺസ് അടിച്ചിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണ് വൈഭവ് സൂര്യവംശിയെ പോലത്തെ ഒരു യങ്സ്റ്റർ എന്ന് പോലും പറയാൻ പാടില്ല, ഒരു കിഡ് വന്നിട്ട് ഈ ഒരു ഫിഗർ, ഈ ഒരു നമ്പർ അച്ചീവ് ചെയ്യുന്ന IPL. അത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഇപ്പോൾ IPL എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഈ സീസണിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മോസ്റ്റ് റൺസ്, മോസ്റ്റ് നമ്പർ ഓഫ് സിക്സസ്, ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ്, അങ്ങനെ എല്ലാം അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അപ്പോൾ
ഈ ആദ്യത്തെ എലിമിനേറ്ററിലെ ആദ്യത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഗുജറാത്തിനെതിരെയുള്ള ക്വാളിഫയർ 2 വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഗുജറാത്തിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ റബാഡയും സിറാജിനെയും ആ ഒരു പവർ പ്ലേ താണ്ടാനായിട്ട് വൈഭവ് സൂര്യവംശിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ബൗൺസർ ട്രൈ ചെയ്യുക. കാരണം ഹാർഡ് ലെങ്ത് ബോളുകളിൽ കൂടുതലായിട്ടും ക്യാച്ച് ഔട്ട് ആവുന്നതാണ് വൈഭവ് സൂര്യവംശി ഒരു എൻ്റെ ഒരു സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ എതിർ ടീം പ്ലേയേഴ്സും കോച്ചും ആ ഒരു ട്രിക്ക് തന്നെ ഉപയോഗിക്കാനാണ് ചാൻസ്. ഒരിക്കലും ഒരു യോർക്കർ ലെങ്ത്തിനോ അല്ലെങ്കിൽ ഓവർ പിച്ച് ബോളിലോ അദ്ദേഹത്തിന് പുറത്താക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഹാർഡ് ലെങ്ത് ബൗൺസേഴ്സ് തന്നെ എനിക്ക് അറിയാൻ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഗുജറാത്ത് ബോളേഴ്സും വൈഭവ് സൂര്യവംശിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളിയാവാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും താങ്ക് യു.